നമ്മുടെ മലയാളികൾക്കിടയിൽ പോലും പലരും ഈ ഇസ്രായേൽ പക്ഷക്കാരായിട്ടും ഇറാൻ പക്ഷക്കാരായിട്ടുമൊക്കെ മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യക്കാര് ഈ ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തില് നിഷ്പക്ഷത പുലർത്തുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തിരിച്ചറിയുക. ഇറാൻ നമ്മുടെ ശത്രു രാജ്യമല്ല. ഇറാൻ നമ്മുടെ സുഹൃത്ത് രാജ്യമാണ്. ഒരുപക്ഷെ ഇസ്രായേലിനെ പോലെ ഒരു സുഹൃത്തായിരിക്കില്ല ഇറാൻ. നമുക്ക് ഓരോ രാജ്യങ്ങളും വിവിധ വിഷയങ്ങളിൽ എടുക്കുന്ന സ്റ്റാൻഡ് ഡിഫറൻ്റ് ആയിരിക്കും. ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തെയും ഇറാൻ ഇന്ത്യ സൗഹൃദത്തെയും ഒരേപോലെ നമുക്ക് ഒരേ ത്രാസിൽ തൂക്കാൻ പറ്റില്ല. രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സൗഹൃദങ്ങളാണ്. ജിയോ പൊളിറ്റിക്സിനകത്ത് അങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്നൊക്കെ നടിക്കേണ്ടി വരും. ചിലത് അറിഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ചില സൗഹൃദങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും അത് മുന്നോട്ട് പോകും. അതിന്റെ ഒരു തെളിവാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദം. ഇന്ത്യ അമേരിക്ക സൗഹൃദം എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളിലും ഒരേ കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു സൗഹൃദമല്ല. ഇപ്പോൾ ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം അങ്ങനെയാണ്. ആ രണ്ട് രാജ്യങ്ങൾക്കും ഏതാണ്ട് എല്ലാ അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഒരേ അഭിപ്രായമായിരിക്കും. എന്നാൽ ഇന്ത്യക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഇടയിലുള്ള സൗഹൃദത്തിൽ അങ്ങനെയല്ല. അതിനർത്ഥം നമ്മൾ സുഹൃത്തുക്കളല്ല എന്നല്ല. അതുപോലെയാണ് പല സൗഹൃദങ്ങളും. ഇപ്പോൾ റഷ്യ ഇന്ത്യ സൗഹൃദം, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ചൈനയെ എങ്ങനെ കാണുന്നോ അതുപോലെയല്ല റഷ്യ ചൈനയെ കാണുന്നത്. റഷ്യ ചൈനയെ കാണുന്നത് സുഹൃത്തായിട്ടാണ്. ചൈനയെ ഒരിക്കലും ഒരു ശത്രുവായിട്ടോ ഒരു അധിനിവേശ രാജ്യമായിട്ടോ റഷ്യ കാണുന്നില്ല. ഇന്ത്യക്ക് ചൈന ഒരു അധിനിവേശ രാജ്യമാണ്, മറ്റു രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നു കയറുന്ന രാജ്യമാണെന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം റഷ്യക്കില്ലേ ഇല്ല. അവരൊന്നിച്ച് സഹകരിക്കുന്നുണ്ട്. ഇതാണ് ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇന്ത്യയുടെ സുഹൃത്താവുന്നത്? ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്ന് തന്നെയാണ് ഇറാൻ. പക്ഷേ നമുക്ക് ചില ഇറാന്റെ സ്റ്റേറ്റ്മെന്റുകൾ വളരെയധികം നമ്മളെ പ്രൊവോക്ക് ചെയ്യും. പ്രത്യേകിച്ച് കശ്മീർ വിഷയത്തിൽ. അതുപോലെ തന്നെ ഇന്ത്യയിലെ കശ്മീരിലെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കശ്മീരിലെ ജനത പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നൊക്കെയുള്ള ഇറാന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഇടയ്ക്ക് വരും. പ്രത്യേകിച്ച് ആയത്തുള്ളയുടെ സ്റ്റേറ്റ്മെന്റുകൾ വരും. ഇന്ത്യ ഒഫീഷ്യലായിട്ട് തന്നെ അത് നിഷേധിക്കും. ഇന്ത്യ ചിലപ്പോൾ ചില പ്രതിഷേധമൊക്കെ അറിയിക്കും. പക്ഷേ നമ്മൾ സൗഹൃദം കണ്ടിന്യൂ ചെയ്യും. എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്? ഇസ്രായേൽ റിലേഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോള തലത്തിലുള്ള ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. അമേരിക്ക ഏത് സമയത്തും അവരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു പരിശ്രമമാണ് അവർ നടത്തുന്നത്. ഓൾറെഡി ഷിയ സുന്നി പ്രശ്നങ്ങൾ കാരണം ഒരു വലിയ വിഭാഗം മുസ്ലിം രാജ്യങ്ങൾ ഇറാനെതിരാണ്. ആ നില മാറ്റണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുടെ പിന്തുണ വേണമെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലേ സാധിക്കൂ എന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാലോ, പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിം വിഭാഗങ്ങളും അതുപോലെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇത് കുറച്ച് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഇന്ത്യയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പൊ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇറാൻ പയറ്റുന്ന ഒരു കാര്യമാണ്. അതിനർത്ഥം ഒഫീഷ്യലി ഇന്ത്യ ഗവൺമെന്റും ഇറാനും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നല്ല. ഇറാന് ശരിക്കും കാശ്മീരിൽ ഒരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല, കാശ്മീരിലുള്ള തീവ്രവാദ സംഘടനകളെ ഏതെങ്കിലും തരത്തിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഹൂതികളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ, ഗാസയില് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒന്നും ഇറാൻ ഇന്ത്യയിലെ ഇത്തരം സംഘടനകളെ ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൊണ്ടുള്ള ഒരു നേട്ടമാണ്. ഈ ചാമ്പഹാർ പോർട്ട് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ പോർട്ട് ഇപ്പൊ ഇറാൻ ചൈനയ്ക്ക് വച്ച് നീട്ടിയാൽ ചൈന പുഷ്പം പോലെ വന്ന് ഇത് ഏറ്റെടുക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും അത് ഇന്ത്യക്ക് തന്നെ ഇറാൻ തന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സഹകരണം ഇന്ത്യയുമായിട്ട് ഇറാൻ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ഇറാന്റെ സൗഹൃദത്തിന്റെ തെളിവാണ്. ഇന്ത്യ ഇറാൻ റിലേഷൻസ് ഏതെങ്കിലും തരത്തിൽ മോശമായിരുന്നുവെങ്കിൽ ഒരിക്കലും ചാമ്പഹാർ പോർട്ട് ഇന്ത്യക്ക് ലഭിക്കുമായിരുന്നില്ല. ഈ ചാമ്പഹാർ പോർട്ട് ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനുമാണ്. ചാമ്പഹാർ പോർട്ടിന്റെ തൊട്ടടുത്താണ് ഈ പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖം കിടക്കുന്നത്. ഈ തുറമുഖത്തിലൂടെയാണ് ചൈന അവരുടെ പാകിസ്ഥാനിലൂടെയുള്ള എക്കണോമിക് കോറിഡോർ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നത്. അതിന്റെ തൊട്ടടുത്ത് ഓൾറെഡി നമുക്ക് ഗുജറാത്തിലും അതുപോലെ തന്നെ നമ്മുടെ മുംബൈയിലുമൊക്കെ തുറമുഖങ്ങളുണ്ട്. അപ്പോൾ ഗൾഫ് ഓഫ് ഒമാന്റെ അടുത്തായിട്ട്, അതല്ലെങ്കിൽ അറേബ്യൻ സീയുടെ ഭാഗമായിട്ട് ഇന്ത്യ മറ്റൊരു പോർട്ട് കൂടി ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നത് സാക്ഷാൽ പാകിസ്ഥാനും ചൈനയ്ക്കുമാണ്. ചൈനയും ഇറാനും തമ്മിൽ നല്ല ടേംസിലാണ്. അപ്പൊ എന്നിട്ടും അവർ ആ ഒരു പോർട്ട് നമുക്ക് തന്നത് സൗഹൃദത്തിന്റെ തെളിവ് തന്നെയാണ്. മാത്രമല്ല, ഇറാനുമായിട്ട് ഇന്ത്യ ട്രേഡ് മെച്ചപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ നമ്മുടെ റഷ്യയുമായിട്ടുള്ളതുപോലെ ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡും ഒക്കെ മെച്ചപ്പെട്ടു വരാൻ സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പക്ഷം പിടിക്കുന്നത് ബുദ്ധിമോശമാണ്. ഇറാനും നമ്മളും തമ്മിൽ
ചരിത്രപരമായി തന്നെ ബന്ധമുണ്ട്. ഇപ്പോൾ ജൂതന്മാരും ഇസ്ലാമിക രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അത് ആ മതവുമായി ബന്ധപ്പെട്ട് അത് വളരെ ചരിത്രപരമായി കിടക്കുന്ന ഒരു പ്രശ്നമാണ്. അബ്രഹാമിക് റിലീജിയൻസിന്റെ ഇടയിലുള്ള സംഘർഷങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിന് വലിയൊരു ചരിത്രമുണ്ട്. അപ്പോൾ അത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ജനങ്ങൾക്ക്, ഈവൻ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് പോലും അതൊരു വിഷയമേ അല്ല. കാരണം ഇത് അറേബ്യൻ റീജിയണിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് റീജിയണിലുള്ള അവരുടെ കൾച്ചറും അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളാണ്. അത് മതപരമായ ചില വിഷയങ്ങളും അതിനകത്ത് കടന്നു വരുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും അതിലുപരിയായിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്. അതിലൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ പോയിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഇറാനെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിവിടെ നിഷ്പക്ഷമായിട്ട് നിലപാടെടുക്കാവുന്നതാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രശ്നപരിഹാരത്തിനായിട്ട് ഇന്ത്യ വേണമെങ്കിൽ ശ്രമിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇറാനുമായിട്ടും നമുക്ക് ചർച്ച നടത്താം, ഇസ്രായേലുമായിട്ടും ചർച്ച നടത്തിയിട്ട് ഈ ഒരു പ്രശ്നം ഒരു മഹായുദ്ധമായിട്ട് മാറാതെ നോക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ എടുക്കേണ്ട ഏറ്റവും മികച്ചൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഹമാസിനെ പോലെയുള്ള ഗ്രൂപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഹമാസ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ അതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുമായിരുന്നില്ല. പക്ഷെ അവര് ഇപ്പൊ ഇസ്രായേലിൽ നടത്തിയ ആക്രമണം അതൊരു തീവ്രവാദ ആക്രമണമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ഒരു ചെറുത്തുനിൽപ്പായിട്ടോ പോരാട്ടമായിട്ടോ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ എല്ലാത്തരം തീവ്രവാദങ്ങളും അവരുടെ കാഴ്ചപ്പാടിൽ ഓരോ ചെറുത്തുനിൽപ്പുകളാണ്. ഇപ്പോ നമ്മൾ കാശ്മീരിൽ കാണുന്ന തീവ്രവാദവും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തുന്ന തീവ്രവാദവും ഒക്കെ അവരുടെ കാഴ്ചപ്പാടിൽ, പാകിസ്ഥാന്റെ കാഴ്ചപ്പാടിൽ അത് അവരുടെ വലിയ വിമോചന യുദ്ധമാണ്. അപ്പൊ അതുപോലെ ഹമാസ് സാധാരണ നിർധനരായിട്ടുള്ള ജനങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ നിഷ്കരുണം കൊന്നു തള്ളുന്നതിനെ ഒരു തരത്തിലും ഇന്ത്യ അനുകൂലിക്കുന്നില്ല. അതേ സമയത്ത് നമ്മൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതായത് 2 രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത്. 2 സ്റ്റേറ്റ് തന്നെ വേണമെന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അതായത് ഇസ്രായേലും വേണം, പലസ്തീനും വേണം. അപ്പൊ പലസ്തീനിലെ ജനങ്ങൾക്കൊപ്പമാണ് നമ്മൾ, അതേസമയം സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഹമാസിനൊപ്പമല്ല. അതുപോലെ ഇവിടെ ഇസ്രായേലും അതുപോലെ ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ ഹൂതികളെ പോലെയുള്ള സംഘടനകളെ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഇപ്പൊ ഇന്ത്യയുടെ അടക്കം ഷിപ്പുകളെ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യ ഇറാനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറാൻ അതിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുമുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് അതുകൊണ്ട് ഇറാനെയും പിണക്കാൻ നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇറാനിലൂടെ നമ്മുടെ ട്രേഡ് സെൻട്രൽ ഏഷ്യയിലേക്ക് കടന്നു പോകുന്നുണ്ട്. ചാബഹാർ പോർട്ടൊക്കെ നമ്മൾ ഏറ്റെടുത്തത് തന്നെ ആ ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് ഇന്ത്യയുടെ ട്രേഡ് ഈ പറയുന്ന ഇറാനിലൂടെ തുർക്ക്മെനിസ്ഥാനിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ഒരുപക്ഷെ റഷ്യയിലേക്കും വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വ്യാപാര പാത ഇറാനിലൂടെയാണ് പോകുന്നത്. സോ ഇറാനെ നമുക്ക് അതുകൊണ്ട് പിണക്കാൻ പറ്റില്ല. നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് നമ്മുടെ ട്രേഡ് നടത്തണ്ടേ? നമുക്ക് യൂറോപ്പിലേക്ക് ട്രേഡ് നടത്താനാണ് നമ്മൾ മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്ക് ഒരു എക്കണോമിക് കോറിഡോർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകണമെങ്കിൽ നിലവിൽ നമുക്ക് ഇറാന്റെ സൗഹൃദം ആവശ്യമാണ്. മാത്രമല്ല ഫ്യൂച്ചറിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലൂടെയുള്ള ട്രേഡ് അത്ര എളുപ്പമല്ല, പാകിസ്ഥാനിലൂടെയുള്ള ട്രേഡ് പോസിബിൾ അല്ല. അപ്പോൾ ഇറാനിലൂടെയുള്ള ട്രേഡ് മാത്രമാണ് നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാൻ കിട്ടുന്ന ഏക വഴി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കല്ലാതെ എങ്ങനെയാണ് സെൻട്രൽ ഏഷ്യയിലേക്ക് കയറാൻ പറ്റുക? ചൈനയിലൂടെ പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇറാൻ തന്നെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മധ്യ ഏഷ്യയിലേക്കുള്ള വ്യാപാരത്തിന്റെ ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുന്ന ഒരു കോറിഡോർ ഉണ്ട്. അതായത് അസർബൈജാൻ, ഇന്ത്യ, ഇറാൻ, റഷ്യൻ ഫെഡറേഷൻ എന്നിവരാണ് ശരിക്കും ഇത് തുടങ്ങുന്നത്. ഇതിന്റെ അകത്ത് നമുക്കറിയാം ഇറാൻ ഉണ്ട്, തുർക്കി ഉണ്ട്, കസാക്കിസ്ഥാൻ ഉണ്ട്, ബെലാറസ് ഉണ്ട്, താജിക്കിസ്ഥാൻ ഉണ്ട്, കിർഗിസ്ഥാൻ ഉണ്ട്. അതായത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഓൾമോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡിന്റെ ഒരു ഫാക്ടറി എന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇറാനുമായിട്ടുള്ള സൗഹൃദം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറാൻ തകർന്നിട്ട് അവിടെ ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് നമുക്ക് അവരുമായിട്ട് സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എളുപ്പമല്ല. ഇറാനെ തകർക്കണം, ഇറാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വലിയ വാചകം അടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്. ബംഗ്ലാദേശിൽ ആന്റി ഇന്ത്യൻസ് നേരത്തെയും ഉണ്ട്. പക്ഷെ ഷേഖ് ഹസീന സർക്കാർ ആയിരുന്നപ്പോൾ അവരെല്ലാം ഒതുക്കി നിർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ബംഗ്ലാദേശുമായിട്ട് നല്ല റിലേഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ ഇറാനിൽ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ആ ഗവൺമെന്റ് താഴെ ഇറങ്ങിയിട്ട് നാളെ വരുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ഗ്രൂപ്പുകൾ ചിലപ്പോൾ അവർ ആന്റി ഇന്ത്യൻസ് ആയിരിക്കും. ഇപ്പോഴത്തെ ഇറാൻ ഗവൺമെന്റിനേക്കാൾ മോശമായിരിക്കാം. സോ അവരുമായിട്ടൊരു റിലേഷൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയം നമുക്ക് വേണ്ടി വന്നേക്കാം.
അപ്പൊ ഇപ്പോഴത്തെ ഗവൺമെന്റ് നിലനിൽക്കുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് നല്ലത്. നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ട്രേഡ് തടസ്സമില്ലാതെ നടക്കണമെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. സോ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ ഇന്ത്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ്, അത് ഇന്ത്യക്കാരും ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നതാണ് നല്ലത്. രണ്ട് കൂട്ടരെയും പോയി നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ പ്രശ്നമാണ്. അവിടെ രണ്ട് ഭാഗത്തും ശരിയും തെറ്റുമുണ്ട്. അവിടെ ആരും ഒരു കക്ഷി മാത്രമാണ് പൂർണ്ണമായിട്ട് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇസ്രായേൽ തന്നെ അവര് 2 സ്റ്റേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷനെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല ഇപ്പോ. അപ്പോ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിനെയും കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്, ഗാസയും കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്. അവര് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുകയാണ്. ഒരർത്ഥത്തിൽ അത് പലസ്തീനിലെ ജനതയോട് ചെയ്യുന്ന അനീതി തന്നെയാണ്. അത് ഏത് രീതിയിലാണെങ്കിലും എന്ത് ന്യായം നിരത്തിയാലും. ഇനി അതേ സമയത്ത് ഇറാൻ ആണെങ്കിലോ, ഇറാൻ ഈ ഗാസയിലും അതുപോലെ തന്നെ യമനിലും അല്ലെങ്കിൽ സിറിയയിലും ഇറാഖിലും ഒക്കെ ഉള്ള പല സംഘടനകളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ തന്നെ മിലിറ്റന്റ് ഗ്രൂപ്പുകളാണ്. ഇവര് മനുഷ്യരുടെ ജീവൻ യാതൊരു ദയമില്ലാതെ എടുക്കുന്നുണ്ട്, കേവലം ചില ശത്രുതയുടെ പേരിൽ. അപ്പൊ ഇത്തരം ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാൻ ചെയ്യുന്ന പ്രവൃത്തിയും തെറ്റാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ശരിയും തെറ്റും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ഇറാന്റെ കാഴ്ചപ്പാടിൽ അവർ ചെയ്യുന്നത് ഒരു വലിയ മഹാകാര്യമായിട്ടാണ് അവർ കാണുന്നത്. ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിൽ അവർ ചെയ്യുന്നത് വലിയ മഹാകാര്യമായിട്ട് അവരും കാണുന്നു. സോ ഇന്ത്യക്ക് ഇതിനകത്ത് ഒരു റോൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായിട്ട് പറന്നു കിടക്കുന്നതാണ് നമുക്ക് നല്ലത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.